ഹലോ ഗൈസ്, ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ, അതായത് ദഹന സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്. ആയുർവേദത്തിൽ പ്രധാനമായിട്ട് അഗ്നി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് പറയാറുണ്ട്. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥിതിയെയാണ് അഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത്. ദഹനമാണ് ബേസിക്കലി നമ്മുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്ന് ആയുർവേദത്തിലെ പല ഭാഗങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വളരെ ഒരു റിയാലിറ്റി ആയിട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും എൻ്റെ പ്രാക്ടീസ് എക്സ്പീരിയൻസിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണത്. ഈവൻ നമ്മളിപ്പോൾ ഒരു മരുന്ന് കൊടുത്താൽ പോലും അതിന് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥിതി ഹെൽത്തി ആയിരിക്കണം. ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് സ്ട്രെസ്, മെന്റൽ ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ. നമ്മൾ കൂടുതൽ ചെകഞ്ഞ് അന്വേഷിച്ചു പോയാൽ അതിന്റെ അണ്ടർലൈങ് ഫാക്ടേഴ്സ് ആയിട്ട് ഒരെണ്ണം ഈ പറഞ്ഞ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ അമിതവണ്ണം എന്ന് പറയുന്നതും ഒരു വലിയ പ്രോബ്ലം ആണ് നമ്മുടെ ആധുനിക സമൂഹം ഫേസ് ചെയ്യുന്നത്. എസ്പെഷ്യലി സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ഒരുവിധം എല്ലാവർക്കും, ടെക്കീസും അതുപോലുള്ള ആൾക്കാർ. ഈവൻ ഈ പറയുന്ന ഞാൻ പോലും ആണെങ്കിലും സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വ്യായാമം കിട്ടുന്നില്ല, നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡ്സിനെ ആശ്രയിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. അപ്പോൾ ഏറ്റവും ഇതിന് നമുക്ക് സൊല്യൂഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടൈംലി ഫുഡ് ഇൻടേക്ക് എന്ന് പറയുന്നത്. സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. നമ്മളൊരു കൃത്യസമയം പാലിച്ച് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും അനാവശ്യമായിട്ടുള്ളത് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. എന്നാൽ നേരെ മറിച്ച് നമ്മൾ തോന്നിയ പോലെ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്തത് ആഗിരണം ചെയ്യപ്പെടുകയും ആവശ്യമുള്ളതൊക്കെ പ്രോപ്പറായിട്ട് ആഗിരണം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് മാൽന്യൂട്രീഷൻ വരാം, അമിതവണ്ണം, ദുർമേധസ് വരാം, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് വരാം. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഭക്ഷണശീലങ്ങളിലെ കൃത്യതയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ടൈംലി ഫുഡ് ഇൻടേക്ക് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സിസ്റ്റംസും കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഡൈജഷൻ എന്ന് പറയുന്നത്. കാരണം ഡൈജഷനിലൂടെയാണ് നമുക്ക് വേണ്ട ഊർജ്ജവും പോഷണങ്ങളും ഒക്കെ ശരീരം റിസീവ് ചെയ്യണത്. അത് കട്ട് ഓഫ് ആയി പോവാന്ന് വെച്ചാൽ നമ്മുടെ ശരീരം പ്രോപ്പറായി ഫംഗ്ഷൻ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആകത്തുക അല്ലെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒരു ടൈംലി ഫുഡ് ഇൻടേക്ക് കീപ്പ് ചെയ്യുക. എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ്. പലരും ചെയ്യുന്നൊരു വലിയ തെറ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അത് കുറച്ചുകൂടെ ലെങ്തി ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ഡെഫിനറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.